ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1869. ഇന്ന് ഫെബ്രുവരി മാസം 11-ാം തീയതി, 42-ാമത്തെ ദിവസത്തിലെത്തി. 3 നോമ്പിന്റെ 2-ാം ദിനമാണ് ഇന്ന്. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ അനുസരണക്കേടിന്റെ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. അനുസരണക്കേടെന്ന് തന്നിഷ്ടമെന്ന് പറയുന്നതാണ് കുറച്ചും കൂടി ശരി. തന്നിഷ്ടം നമുക്കിടയിൽ ആ വാക്ക് ഇന്ന് തീരെ പ്രചാരത്തിലുമില്ലാതായി. പ്രചാരത്തിൽ നിലനിന്ന പഴയ കാലത്താണെങ്കിൽ അതൊരു തെറ്റായ അർത്ഥധ്വനിയുമാണ്. അവനവന്റെ ഇഷ്ടമെന്നേ ഉള്ളൂ. അവനവന്റെ ഇഷ്ടത്തിന് എന്താ കുഴപ്പം? അവനവന്റെ ഇഷ്ടത്തിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ്, അവനവന്റെ ഇഷ്ടം തന്നെത്താൻ നിശ്ചയിക്കുന്നതിന് മുമ്പ്, അവനവനെ രൂപപ്പെടുത്തിയ, ഈ ഭൂമി ജീവിതത്തിന് അർഹത നൽകിയ, അവകാശപ്പെടുത്തിയ, ഫലമേൽപ്പിച്ച തമ്പുരാനോടുകൂടി ഒന്ന് വ്യക്തിപരമായി സ്വകാര്യതയിൽ ആലോചിക്കാവുന്നതാണ്. എന്നെക്കുറിച്ച് ഞാൻ തന്നെ എന്റേതായ പദ്ധതികൾ മെനയുന്നതിന് മുമ്പ് അവിടുത്തെ മനസ്സിൽ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് അങ്ങ് തന്നെ രൂപപ്പെടുത്തിയ പദ്ധതികൾ? അതിനെയാണ് ദർശനമെന്ന് വിളിക്കാവുന്നത് കേട്ടോ. അത്തരമൊരു ദർശനം കിട്ടിയവരും കിട്ടാത്തവരും തമ്മിലുള്ള വ്യത്യാസം യോനായുടെ ജീവിതം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും നിനവയിലേക്ക് പോകാനായിട്ട് ദൈവത്തിന്റെ അരുളപ്പാട്, ആ ദൈവം നൽകുന്ന ദൗത്യ നിയോഗമാണ്. അതിനെ അവഗണിച്ചും അതിനെ വിസ്മരിച്ചും യോന തർസീസിലേക്ക് പോവുകയാണ്. തന്നിഷ്ടത്തിന്റെ ഇടത്തേക്ക് തിരിയുന്ന ഓരോ മനുഷ്യനും സത്യത്തിൽ അവൻ ദൈവത്തിൽ നിന്നുകൂടിയാണ്, സ്വന്തം ഉടയവനിൽ നിന്നുകൂടിയാണ് അകന്നു പോകുന്നത്. കുറെ കൂടി നമുക്ക് ചേർന്ന് പോകാനായിട്ട് പറ്റാത്തത് എന്തുകൊണ്ടാണ്? പണ്ട് ബാബേലില് ഗോപുരം പണിയുടെ പരിശ്രമത്തിനിടയിൽ ദൈവം ഇറങ്ങി അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ആർക്കും ആരെയും മനസ്സിലാക്കാനായിട്ട്, പിടുത്തം കിട്ടാനായിട്ട്, ഒരു ആശയവിനിമയത്തിനും സാധ്യമല്ലാത്ത വിധത്തില് അവർക്കിടയിൽ അങ്ങനെ ഒരു കലക്കമുണ്ടാവും. അതിന് നമുക്കിടയിലൊക്കെ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് മക്കൾക്ക്, മാതാപിതാക്കളുടെ ഭാഷ മനസ്സിലാക്കാൻ പറ്റാതെ പോകും. മക്കളുടെ വർത്തമാനങ്ങളൊന്നും പിടുത്തം കിട്ടാത്തതും തീരെ പിടിക്കാത്തതുമാവുന്നു മാതാപിതാക്കൾക്ക്. സഹോദരങ്ങൾക്കിടയിൽ ഭാഷ പോലും ഇല്ലാതാവും. സൗഹൃദങ്ങളാവട്ടെ കളങ്കിതമാവും. എങ്ങനെയാണ്, എവിടെ നിന്നാണ് തിരുത്തലൊക്കെ വരിക? ഇത്രയേ ഉള്ളൂ. അവനവന്റെ ഇഷ്ടത്തിനോടൊപ്പം ദൈവത്തിന്റെ ഇഷ്ടത്തിനും കൂടി ഒരു പ്രാധാന്യം കൊടുത്ത്, അതിനു വേണ്ടിയിട്ടും കൂടി ഒരു സമയം കൊടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ദൈവത്തിന് എന്തായിരിക്കും ഈ കാര്യത്തിൽ പറയാനുള്ളത്? ദൈവത്തിന് എന്തായിരിക്കും ഈ കാര്യത്തിൽ ചെയ്യാനുള്ളത്? അങ്ങനെ ആയിരിക്കാനായിട്ട് ഈ 3 നോമ്പോടുകൂടി നമുക്കൊരു നിശ്ചയത്തിലേക്ക് എത്താം, പ്രാർത്ഥനയോടുകൂടി. ആമേൻ.